ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. LDF വികസന യാത്രക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത്. 5 വർഷം നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം നൽകിയ നഗരസഭാ ചെയർമാനെ മാറ്റി നിർത്തിയുള്ള വികസന യാത്ര ജനങ്ങളെ ഭയന്നെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം. പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ ഫോട്ടോ വെക്കാതെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പോലെയാണ് ജനങ്ങളെ ഭയന്ന് നഗരസഭാ ചെയർമാനെ ഒഴിവാക്കി LDF വികസനയാത്ര നടത്തുന്നത്. നിലമ്പൂർ നഗരസഭയുടെ വികസനയാത്ര നയിക്കുന്നത് ചോക്കാട് സ്വദേശിയായ CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷനാണ്. LDF വികസനയാത്രയാണെങ്കിൽ ചെയർമാൻ മാട്ടുമൽ സലീം LDF അല്ലേ എന്നും ഇസ്മായിൽ ചോദിച്ചു. 2020 പ്രകടന പത്രികയിൽ 3 മാസം കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്ന് പ്രസ്താവിച്ചിരുന്നു. DPRന്റെ 26 ലക്ഷം രൂപ ബില്ല് മാറ്റിയെടുത്തിട്ടുണ്ട്. സ്വന്തം പോക്കറ്റ് വികസിച്ചതല്ലാതെ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഒന്നും നടപ്പാക്കിയില്ല. കുറ്റിക്കുരുമുളക്, ചൂരക്കുളം തുടങ്ങി എല്ലാ പദ്ധതികളിലും അഴിമതിയാണ് നടന്നത്. 5 വർഷം ഭരണം നയിച്ച ചെയർമാനെ മുന്നിൽ നിർത്തി ഒരു വികസനയാത്ര നയിക്കാൻ കഴിയാത്ത ഗതികേടിലായ LDFന്റെ വികസനയാത്ര പുച്ഛത്തോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലാൻ ഉണ്ടാക്കി 2 ബോർഡും വെച്ചിട്ട് നടത്തും. ജനങ്ങളെ കണ്ണിലിട്ട് എങ്ങനെയെങ്കിലും വോട്ട് മേടിക്കാന് ടെൻഡറിന് നടപടി പ്രകാരം നടത്തുന്ന ബോർഡും വെച്ചിട്ട് ഒരു 50 കോടി മേടിച്ചിട്ട് അയിമത്തെ കമ്മീഷനും എടുത്തിട്ട് കുറച്ച് കല്ലിടും. ഇനി പഞ്ചായത്തിന്റെ ആളുകളെ സ്നേഹിച്ചിട്ടല്ല നടത്താൻ പോകുന്നത്. എങ്ങനെയെങ്കിലും പോകുന്ന പോക്കിന് അതിന്റെ ഫണ്ടിന്റെ കമ്മീഷനും മേടിക്കാൻ പറ്റേ പോകുന്നത്. ആളുകളെ സ്നേഹിച്ചൊരു പരിപാടി നടത്തിയില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മുമ്പുണ്ടാക്കിയിരുന്ന വീട് റിപ്പയറിങ്ങിന് കൊടുക്കുന്ന പൈസ ഉണ്ടായിരുന്നു 35,000 40,000. അത് 2 വർഷം കൊടുത്തില്ല. ഇൻഡിവിജ്വലായിട്ട് ജനങ്ങൾക്ക് പാവപ്പെട്ടവന് കിട്ടുന്ന ഒരു ഉപകാരമാണ് വീട് റിപ്പയറിങ്ങിന്. അത് പത്മിനിയുള്ളപ്പോ 35,000 ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു, പിന്നെ 2 കൊല്ലം കൊടുത്തതിനല്ല. പിന്നെ ഞാൻ കുറെ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ 25,000 കൊടുക്കുന്നുണ്ട്. വീട് 25,000 കൊണ്ട് എവിടുന്ന് റിപ്പയർ ചെയ്യാനാ? നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 36 ഡിവിഷനിലും മത്സരിക്കും. രാഷ്ട്രീയ നിറം നോക്കാതെ അഴിമതിക്കാരായവരെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇരു മുന്നണികളിലെയും അസംതൃപ്തരായ മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുമെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. ഭരണസമിതിയുടെ വീഴ്ചകളും അഴിമതികളും തുറന്നു കാട്ടുന്നതിൽ പ്രതിപക്ഷവും പൂർണ്ണ പരാജയമായെന്ന് ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കോർഡിനേറ്റർ ഷാജഹാൻ പാത്തിപ്പാറ, യുവജന വിഭാഗം കോർഡിനേറ്റർ ET അനൂപ് എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.